നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ഏറെ വൈകി. എന്താ ചെയ്യണേ? ഉച്ചതിരിഞ്ഞ് തന്നെ ഞാനൊരു പലഹാരം ഉണ്ടാക്കിയിടണം, വൈകുന്നേരത്തെ ചായയ്ക്ക് ഉണ്ടാക്കണം എന്നൊക്കെ കരുതി പ്ലാനൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ റെസിപ്പിയൊക്കെ റെഡിയാക്കി വെച്ചു. എനിക്ക് അവിചാരിതമായിട്ട് 2 വിരുന്നുകാർ വന്നു. എന്നാൽ വേഗം ഉണ്ടാക്കി അവർക്ക് കൂടെ കൊടുക്കാമെന്ന് കരുതി. പക്ഷെ പോകാനുള്ള ധൃതി കൊണ്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഈ പലഹാരം ഉണ്ടാക്കാൻ പറ്റിയില്ല, അവർക്കൊണ്ട് കൊടുത്തുമില്ല. പക്ഷെ ഉണ്ടാക്കാതെ പറ്റുമോ? നമ്മൾ മാവ് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. അതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കി മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു സന്ധ്യയോടുകൂടി. എന്താണെന്ന് പറയട്ടെ ഈ പലഹാരം? ഇത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഞാനുണ്ടാക്കുന്ന വിധം ഞാൻ അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പലഹാരത്തിൻ്റെ വൈകിട്ട് ചായയ്ക്കാണ് സാധാരണ പതിവ്. ഈ പലഹാരത്തിൻ്റെ പേര് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ടാക്കാത്ത കുടുംബമുണ്ട്? അതിന് ഇനിയിപ്പോൾ ഇതൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇത് മറ്റ് എല്ലാ വിഭാഗക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ഉണ്ണിയപ്പം. ഞാൻ ഉണ്ടാക്കുന്ന വിധം പറയാം. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. ഉണക്കലരി എന്ന് പറഞ്ഞാൽ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നെല്ല് പുഴുങ്ങാതെ ഉണക്കി, പച്ചനെല്ല് തന്നെ ഉണക്കി കുത്തിയെടുക്കുന്ന അരിയാണ് ഉണക്കലരി എന്നാണ് പറയുക. ക്ഷേത്രങ്ങളിലേക്ക് നിവേദ്യ ചോറുണ്ടാക്കിയ ഈ ഉണക്കലരി കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉണക്കലരിയാണ് ഞാനിവിടുത്തെ കുറച്ചേ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. 1, 2, 3, 4 ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ തിന്നാം, അത്രയ്ക്കുള്ളതേ ഉദ്ദേശിച്ചുള്ളൂ. 10, 30 അത്രയൊക്കെ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. അതിനാവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് ഉണ്ട്, ഒരളവ് ഗ്ലാസ്. എനിക്ക് നാഴിയരികളൊക്കെ കൊള്ളുന്ന വലിയ കുറ്റി ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ടു. അതാണ് ആദ്യം ചെയ്ത ജോലി. ഇതിന് വേണ്ട സാധനങ്ങൾ അരി ആദ്യം വെള്ളത്തിലെടുത്തിട്ടു. പിന്നീട് ശർക്കര, ഉണ്ട ശർക്കര ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു, ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി, എന്നിട്ട് പൊട്ടിച്ച് ഒന്നും കൂടെ അങ്ങോട്ട് കൃത്യമാക്കിയിട്ട് ശർക്കര അങ്ങോട്ട് പൊട്ടിച്ചു. അത് ആ കൂട്ടിൽ അങ്ങനെ തന്നെ അവിടെയും വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തേങ്ങാക്കൊത്തെടുത്തിട്ട് ഇങ്ങനെ കീറി പൊടിയായിട്ട് അരിഞ്ഞു അതും വെച്ചു. ഒരു 2, 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും അവിടെ വെച്ചു. ഇത് കൂടാതെ കുറച്ച് ചുക്കും ജീരകം ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഏലക്ക ഒന്നിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചുക്കും ജീരകവും ചേർത്ത ഏലക്കയും കൂടി ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ച് കുറച്ച് പൊടി ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ പൊടിയും ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളായി ഇപ്പോൾ ഇതിൽ? അരി, ശർക്കര പൊടിച്ചത്, ചുക്കും ജീരകവും ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ ഒരു മണിക്കൂർ അരി എത്ര നേരം കിടന്ന് കുതിർന്നാലും കുഴപ്പമില്ല. 2, 3 മണിക്കൂർ. കാലത്ത് അത്യാവശ്യം ജോലി കഴിയുമ്പോൾ ഉച്ചതിരിഞ്ഞുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അരി എടുത്ത് വെള്ളത്തിലിടുക. എന്നിട്ട് പിന്നെ ചെന്ന് അത് വാരിയെടുത്ത് മിക്സിയിലേക്ക് ഇട്ടു. പിന്നെയോ ഈ ശർക്കരയും അരിയുടെ കൂടെ അങ്ങോട്ട് ഇട്ടു. ചുക്കും ജീരകവും പൊടിച്ചത് പിന്നെ അവിടെ വച്ചിട്ടുണ്ട്. അരിയും ശർക്കരയും കൂടാതെ 2 പഴം എന്ന് പറഞ്ഞാൽ പാളയംകുടം പഴം വേണം കേട്ടോ. പാളയംകുടം പഴത്തിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ്. അതാണ് 2 പാളയംകുടം പഴം തൊലി കളഞ്ഞ് കഷ്ണമാക്കി അതും അരിയുടെ കൂടെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇത് മയത്തിനങ്ങോട്ട് നല്ലോണം മയത്തിനങ്ങോട്ട് അരച്ചു. വല്ലാതെ അങ്ങോട്ട് അരഞ്ഞില്ല. ഒരു പുട്ടിൻ്റെ പൊടിയേക്കാൾ കൂടണം, അത്രയ്ക്കൊരു തിരങ്ങ് വേണം. കാരണം ഇത് കല്ലച്ച് പോകരുത്, സോഫ്റ്റായിട്ട് കിട്ടാൻ അതാണ് നല്ലത്. എന്നിട്ട് ആ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. ആ ബൗളിലേക്ക് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതിട്ടു. അല്പം ഉപ്പിട്ടു. ഇത് കൂടാതെ 2 സ്പൂൺ റവ ഇട്ടു. കൂടാണ്ട് അല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് വെച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി. ചിലരൊക്കെ എള്ളിടും, ഞാൻ എള്ളിടാറില്ല. തേങ്ങാക്കൊത്ത് അരിഞ്ഞു വച്ചേക്കുന്നത് നെയ്യിൽ വറുത്ത് ചേർക്കുന്നതാണ് സ്വാദ്.
ഇവിടെ ഇപ്പം എൻ്റെ മകന് നെയ്യ് ഇഷ്ടമല്ല, അവൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നല്ല വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് പുറത്ത് ഊരി അതും ഇട്ടു, എല്ലാം കൂടി ഇളക്കി ചേർത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് വേഗം ഉണ്ടാക്കാം എന്നുള്ള മനസ്സിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് കരുതി മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴാണ് അത് ഉണ്ടാക്കാൻ പിന്നീട് ആവട്ടെ കുറച്ച് വൈകേണ്ടി വന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ, നമുക്ക് അപ്പക്കാര ഉണ്ടല്ലോ, അപ്പക്കാര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ കുഴിയിലേക്ക് അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴിയിലേക്ക് ഓരോ ചെറിയ തവി കുഴിയിൽ നല്ലോണം നിറച്ചൊഴിക്കരുത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പതഞ്ഞ് പൊങ്ങി ഏതാണ്ട് പോലെ വരും. അങ്ങനെ വരരുത്, ചെതറി പോരുത്, ഒരു 3/4 ഭാഗം അങ്ങോട്ട് ആവുക. അപ്പോൾ അത് ഒന്ന് പൊങ്ങി എണ്ണയിൽ അങ്ങോട്ട് തിളച്ച് അത് പൊങ്ങി വന്ന് കുഴിയിൽ നിറയെ ആയിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ താനെ അങ്ങോട്ട് ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചീഞ്ചട്ടി എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കാരയിൽ 7 എണ്ണം ഉണ്ടാവുക. അപ്പോൾ ഈ 7 എണ്ണം കൊള്ളാവുന്ന അത്ര എണ്ണ ഇതുമൊന്നും അങ്ങോട്ട് കിട്ടിയാൽ കൊടിലിട്ട് പിടിച്ച് അപ്പുറത്ത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ അങ്ങോട്ട് ഓരോന്നും എടുത്ത് അതിലേക്കാണ്. അപ്പോൾ അതവിടെ കിടന്ന് മൂക്കും, ഇവിടെ വേറെ ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. 2 പാത്രം എടുക്കണമെന്നേ ഉള്ളൂ. അപ്പക്കാരയും വെക്കണം, എണ്ണ ഒഴിച്ച് ഒരു ചെറിയ ചീഞ്ചട്ടി മറ്റേ അടുപ്പത്തും വെക്കണം, അടുത്തടുപ്പത്തും. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ വിടേണ്ടത് അതിലേക്ക് ഇടുക. അതിൽ പിന്നെ പതുക്കനെ ചെറിയ കണ്ണാപ്പ കൊണ്ട് ഒന്ന് ഇളക്കാം. മൂക്കുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കണം, പ്ലേറ്റിലേക്ക് വയ്ക്കാം. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞാനുണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ലോണം മധുരം ഉണ്ടാവും. ഉണ്ണിയപ്പം എന്നൊക്കെ പറയണതിന് ഇത്തിരി മധുരമൊക്കെ വേണം. മധുരം ഇല്ലാതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്താ കാര്യം. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നിങ്ങൾക്ക് കാണണ്ടേ. ഉണക്കലരി, ശർക്കര, ചുക്കും ജീരകവും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചത്, 2 പാളയം കുടമ്പഴം. അങ്ങനെയാണ് മാവ് സെറ്റാക്കുന്നത്. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വറുത്ത് അതിലേക്ക് ഇടണം. 2 സ്പൂൺ റവ കൂടി ഇടുക. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ശർക്കരയും അരിയും കൂടി അരയ്ക്കുകയാണ് വേണ്ടത് മിക്സിയിൽ, പൊടിക്കുകയല്ല. വെള്ളം കൂടരുത്, വെള്ളം കൂടി അരി അരയില്ല. അരിയിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഊറ്റി അങ്ങോട്ട് എടുക്കുക. ശർക്കരയും കൂടി ചെല്ലുമ്പോൾ കൂടണ വെള്ളം മതി, അതിൽ കൂടുതൽ വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഇതാവാമല്ലോ. അപ്പം ഞാനുണ്ടാക്കിയ ഉണ്ണിയപ്പം ഒന്ന് കണ്ടോളൂ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്. നോക്കൂ, ഇതാണ് ഉണ്ണിയപ്പം. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു 6 എണ്ണമൊക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ നടുക്ക് അവിടെ ഇരിക്കുന്ന പേരയ്ക്ക താഴെ നിന്ന് പറിക്കാൻ ധാരാളം പേരയ്ക്കുണ്ട് ഇവിടെ. ആ പേരയ്ക്ക ഒരെണ്ണം അങ്ങോട്ട് തൊണ്ട് ചെത്തി ചുമ്മാ കീറി ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടി അതങ്ങോട്ട് വെച്ചു അതിൻ്റെ മുമ്പിൽ. അപ്പണ്ട് അടുത്ത പാത്രത്തിൽ കവാ കസൂർന്നെങ്കിൽ എവിടെ പറയണേ, ഈ ബേക്കറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് വരില്ല, ഒരെണ്ണം അങ്ങോട്ട് ചാരി കയറ്റി വെച്ചു. അപ്പോൾ ഉണ്ണിയപ്പണ്ട് ഇതിൽ ഒരു പേരയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പേട എന്നാണ് അതിന് പറയുന്നത്, പാൽപ്പേട. ആ പേടയുണ്ട്, അതാണ് ചാരി വെച്ചിരിക്കുന്നത്. ഈ വെച്ചിരിക്കുന്നത് പേട. ഇവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ എന്ന് പറയണ്ടല്ലോ, എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളതാണ്. ഇടയ്ക്കൊക്കെ നമുക്കൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടവും ഉണ്ടാക്കാവുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ കലയരങ്ങിലേക്ക് എൻ്റെ പാചകക്കുറിപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വിധം. ഞാനുണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അരി പൊടിക്കാനും പിന്നെ ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിക്കണം, അങ്ങനെയുള്ള രീതിയൊക്കെ ഉണ്ട്. ഞാൻ ഇതിനൊന്നും പോയില്ല, ഇതന്നെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പ്. ഈ രീതി വളരെ സിമ്പിളാണ്, അതും നന്നായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും
നന്ദി.